ഹലോ, അസ്സാം വലൈക്കും. അപ്പം ചക്ക തീർന്നാൽ ഒട്ടുമിക്ക എല്ലാവരുടെ വീട്ടിലും ബാലൻസ് ഉള്ള ഒരു ഐറ്റമാവും നമ്മുടെ ഈ ഒരു ചക്കക്കുരു. അപ്പോൾ ഇന്ന് ചക്കക്കുരു വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആ ഒരു അല്പം ഉപ്പും അത് വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിച്ചിട്ടെടുക്കാം. ഒരു 3 വിസിലായാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ചക്കക്കുരു നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ നമ്മുടെ ചക്കക്കുരു ഞാനിവിടെ കുക്കറിൽ നിന്ന് ഒന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാടൊന്നും ചൂടാറിയിട്ടില്ല. ഒരു ചൂടോട് കൂടെ തന്നെയാണ് ഞാനിപ്പോൾ അതിൻ്റെ തൊലി കളഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ചക്കക്കുരുവിൻ്റെ തൊലി കളഞ്ഞെടുക്കാൻ ഈസിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 വിസിലാണ് അടുപ്പിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അധികം വേവുള്ള ചക്കക്കുരു ആണെങ്കിൽ ഒരു 3 വിസിലൊക്കെ അടുപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ എല്ലാത്തിൻ്റെയും തൊലി ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നടുകെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം 2 സൈഡിലേക്കും അതിൻ്റെ തൊലി അങ്ങനെ പൊളിച്ച് മാറ്റിയാൽ മതി. ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിലും ഈസിയാണ്. അപ്പോൾ അത് എല്ലാ ചക്കക്കുരും അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു 2 ചുവന്നുള്ളിയും, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും, ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി മുളക് പൊടിക്ക് പകരമായിട്ട് പച്ചമുളക് ചേർത്തിട്ടും ക്രഷ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനി തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം കുറച്ച് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരുപാട് അങ്ങനെ ഗോൾഡൻ കളറാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള ചക്കക്കുരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചക്കക്കുരു നല്ല രീതിയിൽ തന്നെ വേവിച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിൽ കിടന്നിട്ട് നമുക്ക് ഒരുപാട് സമയം വെന്ത് വരാനില്ല. അപ്പോൾ ഓൾറെഡി നമ്മൾ ചക്കക്കുരു വേവിച്ചെടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കളറിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ചുകൂടെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ തേങ്ങയിൽ മാത്രമാണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് എരിവ് കുറവാകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിലേക്ക് ഒരു 3/4 ടീസ്പൂണിൻ്റെ അടുത്ത് കൂടെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് മുരിങ്ങയില കൂടെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ മുരിങ്ങയിലൊന്നും കട്ടയാവാത്ത ഒരു രീതിയിൽ ചക്കക്കുരു മുരിങ്ങയിലും നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒരു 3-4 മിനിറ്റ് നമുക്കിതിനെ ഒന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തേങ്ങയിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിന് പകരമായിട്ട് പച്ചമുളക് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഒരു 3-4 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നല്ല രീതിയിൽ തന്നെ തേങ്ങ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഒരിക്കലെങ്കിലും കറി വെക്കുന്നതിന് പകരമായിട്ട് മുരിങ്ങയിലും ചക്കക്കുരു ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്.